ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് എഗെയിൻ ആർക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, അപ്പോൾ ഇന്നലത്തെ എപ്പിസോഡിനകത്ത് നമ്മൾ മറ്റേ പാമ്പിനെ പിടിക്കുന്ന കാര്യമില്ലേ, അത് ചോദിച്ചപ്പോഴേക്കും പാമ്പിനെ പിടിക്കാൻ പറ്റും, നമ്മുടെ ടൈറ്റനെ പോയില്ല അവസാനത്തിനെ പിടിക്കാൻ പറ്റും. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഇന്നലത്തെ എപ്പിസോഡിനകത്ത് ഒരു സൈഡ് ഞാൻ എഡിറ്റ് ചെയ്യുമ്പോഴേക്കും ഒരു സൈഡ് കേൾക്കുന്നുണ്ട്, ചെവി നല്ല രീതിക്ക് കേൾക്കുന്നുണ്ട്, പിന്നെ ഒരു സൈഡ് കേൾക്കുന്നില്ല. അപ്പോൾ ഞാൻ ഇന്നലെ മറ്റേ എൻ്റെ മൈക്കും ഈ ഫോണിൻ്റെ രണ്ട് സൈഡ് മൈക്ക് ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിങ്ങനെ നോക്കണമായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഫോൺ കയ്യിൽ ഹോൾഡ് ചെയ്യുമ്പോഴേക്കും എന്താണ് നമ്മുടെ മൈക്ക് ഒരെണ്ണം അടഞ്ഞു പോകും. കുറച്ച് ശോകമാണത്. അത് എത്ര ഇതാക്കിയിട്ടും കയ്യിൽ ഹോൾഡ് ചെയ്ത് തന്നെ ഒരു കരകരപ്പ് വരും. ഒരു നല്ലൊരു ഹെഡ്സെറ്റ് മേടിക്കാണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്തെങ്കിലും ആവട്ടെ, നമുക്ക് പോണത്രയും നമുക്ക് പോവാം. എന്തായാലും ഇടാൻ വരത്തില്ലേ, അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് പോവാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് ഒരു കൃഷി പണിയണം. കഴിഞ്ഞ എപ്പിസോഡ് നമുക്ക് കൃഷി പണിയാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് അത് പണിയണം. പിന്നെ നമുക്ക് ഇന്നൊരു ടൈമിങ് നടക്കണം. അപ്പോൾ ടൈമിങ്ങിനായിട്ട് ഇപ്പോൾ ഏതൊക്കെ നമ്മുടെ സാധനത്തിൽ അവൈലബിൾ ഉണ്ടെന്ന് നോക്കട്ടെ കേട്ടോ. ഓക്കെ, നമ്മുടെ ഫിയോമിനെ നമുക്ക് എന്തായാലും പിടിക്കണം, അത് ആവശ്യമുള്ള സാധനമാണ്. പിന്നുള്ളത് ഇതെന്ത് സാധനമാണ് ഗെയ്സ്? ഇതൊക്കെ എന്താ? മോറിലാടോപ്സ്, അതേതാ? ഇച്ചിസോറസ്, പാച്ചി റൈനോ, ട്രൈക്ക്, റാപ്റ്റർ, പൾമണോ, സ്കോർപ്പിയോസ്, കുറേ ഉണ്ട്. അപ്പം നമുക്കിന്ന് എന്തായാലും നമ്മുടെ ഫിയോമിനെ പിടിക്കണം. കാരണം നമുക്ക് മറ്റേ കൃഷി ചെയ്യണ്ടേ, അപ്പോൾ അതിന് ഫിയോമിയെ കുറേ വേണം. അപ്പോൾ നമുക്ക് ആദ്യം കൃഷീൻ്റെ സാധനങ്ങൾ ചെയ്തു തുടങ്ങാം. കൃഷീൻ്റെ എന്തേത്? ഈ സാധനം നമുക്ക് പണിയണം. നമ്മുടെ മീഡിയം ക്രോപ്പ് പ്ലോട്ട്, ഇതിന് ഫൈബർ സ്റ്റോണ്, താച്ച് വുഡ്. അപ്പോൾ ഫൈബർ സ്റ്റോൺ ഇതിനകത്ത് ഉണ്ടാകുന്ന നോക്കട്ടെ കേട്ടോ. അതിനകത്ത് കാണണം വുഡ് ഉണ്ട്. ഓക്കെ, വുഡ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി എന്തൊക്കെയുള്ളത്? ഫൈബർ സ്റ്റോൺ, വുഡ് കുറേ ഇതിനകത്ത് എല്ലാം ഉണ്ടല്ലോ ഗൈസ്, ഇതിനകത്തെല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാം എടുക്കാം. എന്നിട്ട് ആദ്യം നമുക്ക് ഫൗണ്ടേഷൻ പണിയണ്ടേ. അപ്പോൾ ഞാൻ എന്തായാലും ആദ്യം ഫൗണ്ടേഷൻ പണിയട്ടെ. അപ്പോൾ വുഡ്, താച്ച്, ഫൈബർ ഇത്ര ഐറ്റംസാണ് വേണ്ടത്. അപ്പോൾ ഞാൻ വുഡ് മൊത്തത്തിലൊന്ന് ട്രാൻസ്ഫർ ചെയ്യട്ടെ. ഓക്കെ, വുഡ് മൊത്തത്തിൽ ട്രാൻസ്ഫർ ചെയ്തു. ഇനി താച്ച് മൊത്തത്തിൽ ട്രാൻസ്ഫർ ചെയ്യണം. വുഡ്, താച്ച്, ഫൈബർ അല്ലേ, അപ്പോൾ താച്ചും ഞാൻ മൊത്തത്തിൽ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഫൈബർ. ലെറ്റ്സ് ഗോ. ഫൈബറിനകത്ത് കാണണമല്ല. ഫൈബർ ഉണ്ട് ഗേസ്. ഓക്കെ, നമുക്കൊരു ഒരെണ്ണത്തിൽ 4 എണ്ണം അങ്ങനെ. അപ്പോൾ നമുക്ക് എത്ര പണിയാൻ പറ്റും നോക്കട്ടെ. നമുക്കൊരു 31 പണിയാൻ പറ്റും. അപ്പോൾ തൽക്കാലം പകുതി പണിയാം, എന്നിട്ട് നമുക്കത് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ എത്ര പണിത്? നമ്മൾ 27 പണിത്. നമ്മൾ എത്രയാണ് പറഞ്ഞത് കണക്ക്? കണക്ക് പറഞ്ഞതല്ല. ഇപ്പം എന്തെങ്കിലുമൊക്കെ ആവട്ടെ. നമുക്ക് ആദ്യം ഈ സാധനം കൊണ്ട് എവിടെയെങ്കിലൊക്കെ വെക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ നല്ല നിരപ്പായ സ്ഥലം ഉണ്ടല്ലോ, നമുക്ക് ഇവിടെ തന്നെ കേസ് വെച്ചാലാ? ഈ ഒരു ഭാഗത്ത് തന്നെ ഇവിടെ തന്നെ വെക്കാമല്ലേ? ഓക്കെ, വേറെ സ്ഥലമൊന്നും ഇല്ലല്ലോ. ഓക്കെ, ഞാൻ എന്തായാലും ഇവിടെ തന്നെ വെക്കാൻ പോകുന്നു. അപ്പോൾ ഒരു 4 എണ്ണം, 1 2 3 4, ഒരു 4 ഇവിടെ വെച്ച് പിന്നെ ഒരെണ്ണം ഇവിടെ വെച്ചിട്ട് വീണ്ടും അടുത്ത 4 എണ്ണം, 1 2 3 4. ഓക്കെ, അതങ്ങനെ സെറ്റായിട്ടുണ്ട്. ഇനി ഈ സാധനം പൊളിച്ചളണം നമ്മൾ. ഇതേപോലെ ഒരു 4 എണ്ണം നമുക്ക് വെക്കണം. ഇതേപോലെ ഒരു 4 എണ്ണം. അപ്പോൾ അടുത്ത 4 എണ്ണം വെക്കട്ടെ. അതിൽ നമുക്ക് നിരപ്പായിട്ടൊരു വൃത്തിക്ക് വെക്കാം അല്ലേ? ഓക്കെ, ഞാൻ ഇതെന്തായാലും പൊളിക്കട്ടെ, ഒരു വൃത്തിക്ക് നമുക്ക് വെക്കാം ഗൈസ്. അപ്പോൾ ഞാൻ ഈ സാധനം മൊത്തത്തിൽ പൊളിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കില്ലേ മറ്റേ ഉള്ളി വെച്ചാലാ? ഞാൻ ഇപ്പോഴാണ് കാര്യം ഓർത്തത്. ഇതിൻ്റെ ഉള്ളിൽ സ്ഥലം ഉണ്ടല്ലോ, നമുക്ക് അവിടെ വെക്കാം. നിരനിരയിട്ടല്ല ഒരു 4 4 വെച്ചിട്ട് അങ്ങനെ വെക്കാം. ഞാൻ ഇപ്പോഴാണ് ആ കാര്യം ഓർത്തത്. ഓക്കെ, നമ്മളങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് വെക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കണ്ടില്ല, ഇവിടെ അത്യാവശ്യം കിടിലമാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ വെക്കാം. ആദ്യത്തെ ഒരു 4 എണ്ണം ഇവിടെ വെക്കട്ടെ. 1, ഈ 4 ഒരു ചെടി തന്നെ വെക്കണം നമ്മൾ, മനസ്സിലായില്ലേ? അപ്പോൾ ഓക്കെ, 2 4, ഈ 4 ഒരു കൃഷി നടത്തണം. ഇനി അപ്പുറത്തൊരു 4 എണ്ണം, അങ്ങനെ വേറെ കൃഷി, അതുപോലെ ഒരു 4 സെറ്റ് വെക്കണം. അപ്പോൾ ഇത് മൊത്തത്തിൽ ഞാൻ വെക്കട്ടെ കേട്ടോ, എന്നിട്ട് ഞാൻ വരാം. ഓക്കെ, അങ്ങനെ നമ്മളൊരു 4 ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്കിനി പൈപ്പ് കണക്ഷൻ കൊടുക്കണ്ടേ. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് പൈപ്പ് കണക്ഷൻ അൺലോക്ക് ചെയ്യാം. അപ്പോൾ അത് സ്റ്റോണാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് സാധനം. അപ്പോൾ ഇതൊരെണ്ണം ഇവിടെ വെച്ചു, പിന്നെ ഒരു മുകളിലോട്ടുള്ളത് ഇവിടെ വെച്ചു, പിന്നെ നമ്മൾ ഈ സാധനം, പിന്നെ നമ്മൾ വെള്ളം വരുന്ന ഈ പൈപ്പ് പോലത്തെ സാധനം. ഓക്കെ, അങ്ങനെ മൊത്തത്തിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. ആദ്യം ഈ കോല് പോലത്തെ സാധനം ഉണ്ടല്ലോ, ഇതൊരു 4 പണിയണം. 4, അതൊരു 4 പണിത്. ഇനി ഇത് 4 പണിയണം. 1. ഓക്കെ, അതും അങ്ങനെ നമ്മൾ 4 പണിതു. ഇനി ഈ മുകളിലോട്ടുള്ള കോല്, അതൊരു 4 പണിയണം. അതും ഒരു 4 പണിത്. ഇനി ഈ സാധനം, ഇതും ഒരു 4 പണിയണം. 4, അങ്ങനെ മൊത്തത്തിൽ നമ്മുടെ പണികൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഓരോന്നോരോന്നും ഇവിടെ പ്ലേസ് ചെയ്യാം. അപ്പോൾ വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ പ്ലേസ് ചെയ്യണം. ഓക്കെ, കറക്റ്റ് അല്ലേ? ഓക്കെ, സെറ്റ്. 1 ഇവിടെ വെച്ചു. ഇനി അടുത്തത് നമുക്ക് ഇവിടെ വെച്ചു. ഇനി മൂന്നാമത്തത് നമുക്ക് ഇവിടെ വെക്കാം. ഇത് കുറച്ച് നോക്കി. ഓക്കെ, മൂന്നാമത്തെ നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ 4ാമത്തെ സാധനം നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. വെള്ളത്തിലോട്ടല്ലേ കറക്റ്റ്? ഓക്കെ, ഫുൾ അങ്ങനെ വെച്ചിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് മറ്റേ കോല് വെക്കണം. മറ്റേ മുകളിലോട്ടുള്ള സാധനം ഉണ്ടല്ലോ, അതെന്താ? അത് ഞാൻ പണിതാണല്ലോ ഒരു 4. ഓക്കെ, ഈ സാധനം വെക്കണം. അപ്പോൾ 1 ഇവിടെ, 2
4 അങ്ങനെ 4 നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേത് ഈ സാധനം ഒരു 4 ഒരു സാധനം ഉണ്ടായിരുന്നല്ല. ഓക്കെ, ഇത് നമുക്ക് വെക്കണം. അപ്പോൾ അയ്യോ, ഇത് ഇവിടം വരെ എത്തൂല കേട്ടോ. ഓക്കെ, ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത രണ്ടാമത്തെ ഇവിടെ ഗൈസ്. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു 2 അല്ല ഒരു 4 കൂടെ പണിയണം അത്. അപ്പോൾ അത് നമുക്ക് 4 പണിയാം. നമ്മുടെ പിന്നെ കുറേ സ്റ്റോൺ ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. 1 2 3 4 ഈ സാധനത്തിൻ്റെ സ്റ്റോൺ മാത്രം മതി, അതുകൊണ്ട് വലിയ സീനില്ല, നമുക്ക് പെട്ടെന്ന് പണിയാൻ പറ്റും, അതുകൊണ്ട് കുഴപ്പമില്ല. ഇനിയിപ്പോൾ അടുത്തത് നമുക്ക് ഇവിടെ വെക്കാം. ഇത് ഒരെണ്ണം മതി തോന്നട്ടാ. ഓക്കെ, ഇത് ഒരെണ്ണം മതി കേട്ടോ. ഇനി ഇവിടെ ഒരെണ്ണം കൂടെ വെച്ചാൽ ഓക്കെ, ഫുൾ സെറ്റ് അല്ലേ. ഓക്കെ, നമുക്കിനി വെള്ളം വരുന്ന ഈ സാധനം വെക്കണം. അപ്പോൾ അതൊരെണ്ണം നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്യാം. ഒരെണ്ണം നമ്മൾ ഇവിടെ പ്ലേസ് ചെയ്തു. പിന്നെ ഒരെണ്ണം നമുക്ക് ഈ നടുക്കായിട്ട് വന്നം. ഇവിടെ വെച്ചാൽ എല്ലാത്തിനും വെള്ളം കിട്ടും ഇല്ല ഗൈസ്? ഇവിടെ വെച്ചാൽ കിട്ടുമോ? നമുക്ക് ഇവിടെ വെച്ച് നോക്കിയാലാ? ഇവിടെ വെച്ചാൽ കിട്ടുമോ? ഇവിടെ വെക്കാം, ഈ ഒരു ഭാഗത്തന്നെ വെക്കാം. ഇതിവിടെ വെക്കാം. ഇവിടെ വെച്ച് മിക്കാറും കിട്ടുമായിരിക്കും, നോക്കട്ടെ. എല്ലാത്തിനും കിട്ടുമെന്നാണ് എൻ്റെ ഒരു ഇത്. ഓക്കെ, നമുക്കിനി എല്ലാത്തിനും വെള്ളം വീണ്ടാൻ നോക്കട്ടെ കേട്ടാ. വാട്ടർ 400 എല്ലാത്തിലും. ഓക്കെ, ഇത് ഫുൾ സെറ്റാണ്. ഇനി ഇപ്പുറത്തേൽ ഫുള്ള് ഓക്കെ, ഇവിടെ ഫുള്ള് സെറ്റാണ്. ഇനി നമുക്ക് ഇപ്പുറത്തേൽ ഇവിടെ നോക്കട്ടെ. ഓക്കെ, ഇവിടെ ഫുള്ള് സെറ്റാണ്. ഓക്കെ ഗൈസ്, ഇവിടെയും ഫുള്ള് സെറ്റാണ്. ഇനി ഈ ഭാഗത്ത് നോക്കട്ടെ, ഇവിടെ ഓക്കെ ഗൈസ്. അപ്പോൾ ഇവിടെ മൊത്തത്തിൽ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫിയോമിനെ പിടിക്കണം. അപ്പോൾ അതാണ് നെക്സ്റ്റ് പരിപാടി. അപ്പോൾ ലെറ്റ്സ് ഗോ. പിന്നെ ഗൈസ്, ഇന്ന് നമുക്ക് മറ്റേ ഫാബ്രിക്കേറ്ററൊക്കെ പണിയാനുണ്ട് കേട്ടോ. ഇന്ന് നമുക്ക് അതെല്ലാം പണിയണം, നമ്മുടെ ബേസിനകത്ത് അതെല്ലാം വെക്കണം. അപ്പോൾ നമുക്കിനി ഫിയോമിനെ കണ്ടുപിടിക്കാം. അപ്പോൾ ഫിയോമിയ നമുക്ക് എവിടെ കിട്ടുമെന്നൊരു പിടിയില്ല. നോക്കാം എന്തായാലും. കുറച്ച് ഫുഡ് കഴിച്ചിട്ടുണ്ട് ഞാൻ എന്തായാലും. പിന്നെ കുറച്ച് വെള്ളം കൂടെ കുടിക്കട്ടെ. ഓക്കെ, ഒരു നല്ലൊരു വെള്ളം ഫുള്ളാ തോന്നട്ടാ. നേരത്തെ വെള്ളത്തിലിറങ്ങിയത് നമ്മൾ. ഗൈസ്, വെള്ളം മൊത്തത്തിൽ ഫുള്ളാണ്. അപ്പോൾ ഞാൻ എൻ്റെ റിസോഴ്സ് മൊത്തത്തിലൊന്ന് മാറ്റി വെക്കട്ടെ. നമുക്ക് ആ വാൾട്ട് പണിയണം. വാൾട്ട് പണിത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നമുക്ക് സാധനങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. നമ്മുടെ ഇപ്പോൾ ഈ സ്റ്റോറേജ് ബോക്സ് ഉണ്ടല്ല, പെട്ടെന്ന് നമ്മുടെ സ്ഥലം തീരുന്നുണ്ട് സ്റ്റോറേജ് ബോക്സിനകത്ത്. അങ്ങനത്തെ ഒരു സീനുണ്ട്. 45 സ്ലോട്ടുള്ളൂ, മറ്റേത് 300 സ്ലോട്ട് ഉണ്ട്. കുറേ സാധനം വെക്കാൻ പറ്റും നമ്മുടെ വാൾട്ടിനകത്ത്. ഓക്കെ, അപ്പോൾ നമ്മൾ മൊത്തത്തിൽ അങ്ങനെ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫിയോമിയ, ലെറ്റ്സ് ഗോ. ഒരു അത്യാവശ്യം നല്ലൊരു ലെവലിൽ ഫിയോമിനെ കണ്ടുപിടിക്കാം. എന്നിട്ട് സാഡിൽ വേണമല്ലോ, ഫിയോമിയ സാഡിൽ. ഇതിവിടെ ഓക്കെ, എന്തൊക്കെ വേണം? ഫൈബർ, ഹൈഡ്, വുഡ്. അത് നമ്മുടെ ഉണ്ടാ തോന്നട്ടാ. ഫൈബറും ഹൈഡും വുഡും. ഹൈഡ് എടുത്തു, പിന്നെ ഫൈബറും വുഡ് ഇപ്പുറത്തേലുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് നമ്മുടെ വുഡ് എടുക്കാം, പിന്നെ ഫൈബർ എടുക്കാം. ലെറ്റ്സ് ഗോ. ഫിയോമിയ സാഡിൽ. ഓക്കെ, അങ്ങനെ നമ്മൾ ഒരെണ്ണം പണിതിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ ഫിയോമിനെ കണ്ടുപിടിക്കാം. ലെറ്റ്സ് ഗോ. അപ്പോൾ ഗൈസ്, വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഡു സബ്സ്ക്രൈബ്. അതുപോലെ തന്നെ ലൈക്ക് അടിക്കാൻ കൂടി മറക്കരുത്. അപ്പോൾ ലെറ്റ്സ് ഗോ. ഞാൻ എന്തായാലും നമ്മുടെ ടയറൊക്കെ മൂവ്മെൻറ്റ് സ്പീഡ് മൊത്തത്തിൽ കയറ്റിയിട്ടുണ്ട്. 164 മൂവ്മെൻറ്റ് സ്പീഡ്. ലെറ്റ്സ് ഗോ. ഫിയോമിയ താഴെ ഉണ്ട് ഗൈസ്. താഴെ ഒരു ഭാഗത്തുണ്ട് നമ്മുടെ ഫിയോമിയ. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഇവനെ പിടിക്കാൻ പറ്റും. അപ്പോൾ ഞാനൊരു ഫിയോമിനെ കണ്ടുപിടിച്ചിട്ട് വരാം കേട്ടോ. അപ്പോൾ ലെറ്റ്സ് ഗോ. ഫിയോമിനെ കണ്ടുപിടിക്കട്ടെ. താഴെ ഈ ഭാഗത്താണ് ഉള്ളി സാധനത്തിനെ കാണൽ. എപ്പോഴും ഞാൻ കാണല അവിടെ തന്നെയാണ്. ഒരു 1K സ്റ്റാമിന ആക്കണം നമുക്ക് സ്റ്റാമിന 400 ഉള്ളൂ ഈ ടെറക്ക്. അപ്പോൾ സ്റ്റാമിന ഒരു 1K ആക്കണം. നെക്സ്റ്റ് മൊത്തം സ്റ്റാമിന കൂട്ടണം ഗൈസ്. ട്രൈക്കിനെ പിടിക്കണം കേട്ടാ. ട്രൈക്കിനെ നമുക്ക് പിടിക്കാം. ഇപ്പോൾ പാരസോർ ഉണ്ടല്ലോ തൽക്കാലത്തേക്ക്. അപ്പോൾ നമുക്ക് കുഴപ്പമില്ല, നമുക്ക് ട്രൈക്കിനെ പിന്നേലും പിടിക്കാൻ പറ്റും. ഇനി ഇന്നത്തെ എപ്പിസോഡ് എൻ്റെ മൈക്കിനെ ഒന്ന് ചെക്ക് ചെയ്യണം. ഞാനിപ്പോൾ നമ്മുടെ ഫോണിൽ ഞാൻ ഏറ്റവും ടോപ്പില്ലേ അവിടെ പിടിച്ചിട്ടാണ് ഇപ്പോൾ കളിക്കുന്നത്. ഞാനിപ്പോൾ ഗെയിം പ്ലേ റെക്കോർഡ് ചെയ്യുന്നത് അങ്ങനെയാണ്. ഒരു സ്ഥലത്ത് താഴെ വെച്ചിട്ട് മുകളിൽ ഇങ്ങനെ പിടിച്ചിട്ട് എൻ്റെ ഫോണിങ്ങനെ മൊത്തത്തിൽ ഹോൾഡാക്കാൻ പറ്റില്ല. ഹോൾഡാക്കി കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ലെഫ്റ്റിലെ മൈക്ക് അല്ലെങ്കിൽ റൈറ്റിലെ മൈക്ക്, ഇതിനകത്ത് ഏതെങ്കിലും ഒന്നേ കേൾക്കുള്ളൂ. വല്ലാത്തൊരവസ്ഥയാണ് എൻ്റെ. ചൂടിന് ചൂട്, മൈക്കിന് മൈക്ക്, എന്തൊക്കെയാണല്ലേ. പക്ഷേ ഞാനിത് എല്ലാം സർവൈവ് ചെയ്യും, ആർക്കെങ്കിലും സർവൈവ് ചെയ്യുന്ന പോലെ. ഓക്കെ, നമ്മുടെ സ്റ്റാമിന കഴിഞ്ഞ് കേട്ടോ. നമുക്ക് എന്തായാലും സ്റ്റാമിന ഫുള്ളാവട്ടെ. ഈ ഒരു ഏരിയയിൽ കുറേ ഉണ്ട് നമ്മുടെ ഫിയോമിയ. അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് കുറച്ച് ദൂരെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഫിയോമിന് കുറേ കിട്ടും. ഓക്കെ, നമ്മുടെ സ്റ്റാമിന അങ്ങനെ മൊത്തത്തിൽ ഫുള്ളായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഫിയോമിനെ കണ്ടുപിടിക്കാം ഗൈസ്. അപ്പോൾ ഞാൻ എന്തായാലും ഒരു അത്യാവശ്യം ഒരു ലെവലിൽ ഫിയോമിനെ കണ്ടുപിടിച്ചിട്ട് വരാം കേട്ടോ. ഇതാ ഈ പല്ലി നോക്ക്. ഈ വലിയ പല്ലിനെ പിടിക്കണം നമുക്ക്. അതെങ്ങനെ പിടിക്കണം, എന്ത് ഫുഡാണ് കഴിക്കണമെന്ന് അറിഞ്ഞുകൂടാ പല്ലി ഗൈസ്. ആ പല്ലി പോലത്തെ സാധനം കണ്ട, അതെന്താ കഴിക്കണമെന്ന് അറിയാമോ ആർക്കെങ്കിലും? ഓക്കെ, എന്തായാലും ഞാൻ നമ്മുടെ ഫിയോമിനെ കണ്ടുപിടിക്കട്ടെ ഗൈസ്. അങ്ങനെ നമ്മളൊരു ഫിയോമിനെ കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ മാപ്പ് കളിക്കുന്നതുകൊണ്ട് അത്യാവശ്യം മനസ്സിലാവുന്നുണ്ട്. ഈ മാപ്പ് കളിച്ചുകൊണ്ട് ഏതൊക്കെ ഡൈനോ എവിടേക്ക് ഉണ്ടെന്ന് ഒരു 10% ഇപ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ കുഴപ്പമില്ല, ഇനി വരും തോറും നമ്മളെല്ലാം സെറ്റാവുമായിരിക്കും അല്ലേ, എല്ലാം പഠിച്ചു വരുമായിരിക്കും. അപ്പോൾ നമ്മുടെ ഫിയോമിയ ഓക്കെ, ഒരെണ്ണം തന്നെ നമ്മുടെ ഫിയോമിയ നോക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഗൈസ് ഞാനിപ്പോൾ ആലോചിക്കുന്നുണ്ടല്ല, നമുക്ക് ഈ നമ്മുടെ ക്രോസ് ബോ അത്യാവശ്യം നല്ല ഡാമേജ് അല്ലേ. അപ്പോൾ നമുക്കൊരു ഡൈനോസിനെ തീർക്കണമെങ്കിൽ നമുക്ക് ക്രോസ് ബോയും, പിന്നെ ഒരു ഡൈനോസിനെ ടൈം ചെയ്യണമെങ്കിൽ നമുക്ക് മറ്റേ ലോങ് നെക്ക് റൈഫിൾ അങ്ങനെ എടുക്കാനൊരു പ്ലാൻ ഉണ്ട് എനിക്ക്. എന്തായാലും അത് പണിയണം.
ഓക്കെ, നമ്മുടെ മെജോബർ ഇല്ല. മെജോബർ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ടൈം ആകും കേട്ടോ. ഓക്കെ, വെക്കം ടൈമായി, ഭാഗ്യം. ഇനി നമുക്ക് ഇവനെ കൊണ്ട് നമ്മുടെ ബേസിലോട്ട് പോകണം. അതാണ് നെക്സ്റ്റ് പരിപാടി. അപ്പോൾ ഞാൻ ഇനി നമ്മുടെ ബേസിൽ പോയിട്ട് വരാം. അയ്യോ, ഇവിടുന്ന് കുറച്ചധികം, ഇവിടെ ടെറ. ഓക്കെ, ഇവിടുന്ന് കുറച്ച് ദൂരം പോകണം. അപ്പോൾ ടെറേന് ഞാനൊന്ന് ഫോളോ കമാൻഡ് കൊടുക്കട്ടെ. അപ്പോൾ വിസലിനകത്ത് ഫോളോ 1. ഓക്കെ, ഫോളോ 1 കൊടുത്തിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. ഇനിയിപ്പോൾ ടെറ നമ്മളെ ഫോളോ ചെയ്ത് വന്നോളും. നമുക്കിനി നമ്മുടെ ഫിയോമ, അയ്യോ ഹെൽത്തിലല്ല, ഹെൽത്ത് കൂടുന്നുണ്ട് കേട്ടാ. നമുക്കിനി നമ്മുടെ ഫിയോമിനെ കൊണ്ട് പോവാം, നേരെ നമ്മുടെ ബേസിലോട്ട് പോവാം. അപ്പോൾ ഞാനിനി ബേസിൽ പോയിട്ട് വരാം. ലെറ്റ്സ് ഗോ. ഇങ്ങനെ ചാടി ചാടി പോകണം ഇവനെ കൊണ്ട്. പിന്നെ ഈ ഭാഗത്ത് വലിയ ഡേഞ്ചറസ് ഉള്ള ആരും ഇല്ല കേസ്. അപ്പോൾ പയ്യെ പോയാലും കുഴപ്പമില്ല, കുറച്ച് ടൈം എടുക്കും, പക്ഷേ നോ പ്രോബ്ലം. അപ്പോൾ ഞാൻ നമ്മുടെ ബേസിൽ പോയിട്ട് വരാം ഗൈസ്. അപ്പോൾ നമ്മുടെ ബേസ് എത്തിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ ടെറ പോയി. ടെറേനെ അവിടെ ഒരു കൂട്ടം ഞാൻ അതിനെ ന്യൂട്രലാക്കി വെച്ചേക്കുന്ന ഉണ്ടായിരുന്ന വേറെ ഡൈനോസ് അറ്റാക്ക് ചെയ്യാണ്ടിരിക്കാൻ മതി. അതായത് വേറെ ഡൈനോസ് അറ്റാക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഒരു സെൽഫ് ഡിഫെൻസിന് ഒരാൾ വേണ്ടേ. അപ്പോൾ ഞാൻ ടെറേനെ ന്യൂട്രലാക്കി വെച്ചാൽ അതാണെങ്കിൽ അവിടെ കുറേ മറ്റേ തേളും സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുങ്ങളെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോയി. ഇനിയിപ്പോൾ എന്നെ തിരിച്ചിട്ടോന്ന് അറിയാൻ പാടില്ല. അത് തീർന്നിട്ടില്ല, കാരണം തീർന്നിട്ടുണ്ടെങ്കിൽ റെഡ് വരും, മുകളിൽ എഴുതി കാണിക്കും. പക്ഷെ തീർന്നിട്ടില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. ഇനിയിപ്പോൾ അതിനെ തപ്പാൻ പോകണം. മിക്കാൻ അതിന് തപ്പലൊന്നും ഉണ്ടാവില്ല ഗൈസ്. ഈ ക്രയോപോഡ് ഇല്ലാത്തൊരു പ്രശ്നം അതാണ്. ഞാനൊന്നേ ഇവന്മാരൊന്ന് പാസീവ് ആക്കിയിട്ട് പാസീവ് സ്റ്റോപ്പോൾ. ഓക്കെ, അപ്പം നമുക്ക് കുറച്ച് നമ്മുടെ ബെറികൾ കളക്ട് ചെയ്യാം. അപ്പോൾ പാരസോർ ഉള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, ബെറി കുറേ കളക്ട് ചെയ്യണം. സ്റ്റിംബറിയും വേണം, പിന്നെ കുറച്ച് വിത്തുകളും വേണം. അപ്പോൾ നമുക്ക് ആ വിത്ത് മൊത്തത്തിൽ കളക്ട് ചെയ്യട്ടെ. ഇതേപോലെ ഓരോ ചെടികൾ നമ്മളിങ്ങനെ എടുത്തെടുത്തെടുത്ത് വിത്തുകൾ മൊത്തം കളക്ട് ചെയ്യണം. അയ്യോ, വല്ലാത്ത പണി തന്നെയാണ്. ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് നമ്മുടെ ബേസിനകത്ത് കുറച്ച് സാധനം അൺലോക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ സ്റ്റിംബർ മൊത്തത്തിലൊന്ന് എടുക്കട്ടെ കേട്ടോ. അപ്പോൾ സ്റ്റിംബർ കുറവാണല്ല, സ്റ്റിംബർ എന്തായാലും ഞാൻ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വിത്തുകൾ ഓരോന്നോരോന്ന് എടുക്കണം. അപ്പോൾ ഇത് കിട്ടി. എല്ലാ വിത്തുകളും 4 വെച്ച് വേണം ഗൈസ്, 4 മതി. ഇതിപ്പോൾ 5 ഇട്ടിട്ടുണ്ട്, ഇത് ഓക്കെ ആയിട്ടുണ്ട്. പിന്നെ ഇതൊന്നും വേണ്ട, ഈ വിത്തുകളൊന്നും വേണ്ട. ഇത് 5 ഗൈസ്. ഇത് ഏതാ? സാവറൂട്ട് 5 ഇട്ടിട്ടുണ്ട്. ഇത് ഏതാണിത്? സിട്രനൽ സീഡ്, അത് 3 ഇട്ടുള്ളൂ, അത് ഇനിയും വേണം. പിന്നെ ഇത് ലോങ് ഗ്രാസ്, ഇത് 2 ഉള്ളൂ. പിന്നെ ഇതേതാ? ഇത് 2 5 ഇട്ടാ. റോ ക്യാരറ്റും പിന്നെ സാവറൂട്ട് 5 ഇട്ടുണ്ട്. അപ്പം ഇനി കുറച്ചുകൂടെ മതി നമുക്ക്. ഇനി ഇന്നത്തെ തന്നെ മൈക്ക് നോക്കണം. അങ്ങനെ ഇന്നത്തെ മൈക്കിന് വലിയ സംസാരിച്ചിട്ട് വലിയ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഇങ്ങനെ തന്നെ പിടിച്ച് കളിക്കും. കാരണം എനിക്കിങ്ങനെ നല്ലൊരു ഇത് തന്നെ ഗൈസ്. എനിക്കൊരു ചെറിയത് വന്നു കഴിഞ്ഞാൽ ശോകമാണ്. പിന്നെ ഡെയിലി വീഡിയോസ് ഇടുന്നതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. നമുക്കിപ്പോൾ ഒരു പ്രശ്നം പറ്റിക്കാനാ അടുത്ത എപ്പിസോഡ് വേഗം നമുക്ക് മാറ്റാൻ പറ്റും. ഇല്ലെങ്കിൽ ആൾക്കാർ നിൽക്കില്ല. നമ്മളെപ്പോഴും ഇപ്പോൾ ഒരു ചെറിയ മിസ്റ്റേക്ക് ആണെങ്കിൽ അത് തിരുത്താൻ നോക്കുക. നമ്മളെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ അത് തിരുത്താൻ നോക്കുക. അല്ലെങ്കിൽ പിന്നെ ആൾക്കാർ നിൽക്കില്ല ചാനലിനകത്ത്. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. ഓക്കെ, ഞാനപ്പോൾ വീണ്ടും കുറച്ച് ചെടികൾ പറിച്ചിട്ടുണ്ട്. നമുക്ക് സീഡുകൾ നോക്കട്ടെ കേട്ടോ. സീഡുകൾ കിട്ടിയാന്നാണ്. ഓക്കെ, കുറച്ച് സീഡുകൾ കിട്ടിയിട്ടുണ്ട്. നോക്കട്ടെ ഗൈസ്. സിട്രനൽ ഫുള്ളായി, കണ്ടില്ലേ? സിട്രനൽ സീഡ് ഫുള്ളായി. ഇത് കിട്ടുന്നില്ല കേട്ടോ. ഇത് കുറച്ച് ലോങ് ഗ്രാസ് കിട്ടുന്നില്ല. ലോങ് ഗ്രാസ് കിട്ടിയാ. ഓക്കെ, ലോങ് ഗ്രാസും കിട്ടി. ലെറ്റ്സ് ഗോ ഗൈസ്. അങ്ങനെ സീഡ് മൊത്തത്തിൽ നമുക്ക് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ സ്റ്റിംബർ എടുക്കട്ടെ. ഓക്കെ, നമ്മുടെ സ്റ്റിംബർ ഞാൻ അങ്ങനെ ട്രാൻസ്ഫർ ചെയ്തു. ബാക്കിയെല്ലാം നമുക്ക് ഡ്രോപ്പ് ചെയ്യാൻ കേട്ടോ. ബാക്കിയൊന്നും നമുക്ക് വേണ്ട. ലെറ്റ്സ് ഗോ. അങ്ങനെ എല്ലാ സാധനവും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ നമ്മുടെ കൃഷി സ്റ്റാർട്ട് ചെയ്യാം. വെള്ളം ഇപ്പം അത്യാവശ്യം കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ നമ്മുടെ ഫിയോമിയം അത്യാവശ്യം സെറ്റാണ്, എല്ലാം സെറ്റാണ്. ഇത് നമ്മുടെ ചെടി അവിടെ ഇട്ടിട്ട് വേണം നമുക്ക് നേരെ നമ്മുടെ വീടിൻ്റെ അകത്ത് കുറച്ച് സാധനങ്ങൾ ചെയ്യാനായിട്ട്. ഓക്കെ, ലെറ്റ്സ് ഗോ ഗൈസ്. ഇനി നമുക്ക് നമ്മുടെ കൃഷികൾ സ്റ്റാർട്ട് ചെയ്യാം. കൃഷി നമുക്ക് എന്തായാലും വേണം. ഡൈനോസിനെ ടൈം ചെയ്യാനും വേണം. അതുപോലെ തന്നെ നമുക്ക് ഫുഡ്, ഇതാകുമ്പോൾ പിന്നെ ഇറച്ചി കൂക്കേണ്ട ആവശ്യമില്ല. പിന്നെ വേറെ എന്തോ മെഡിക്കൽ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് ഓരോരോ സാധനങ്ങൾ ഉണ്ടാക്കാനും ഇതുപോലെ കൃഷികൾ വേണം നമുക്കില്ലേ, അങ്ങനെ എന്തോ ആണ്. ഓക്കെ, നമ്മളങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നിലും ഓരോന്ന് വെച്ച് ഇടാം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഏത് ഇടണം? ഇതിനകത്ത് നമുക്ക് ഇതിടാം. ഇതേതാന്ന്? ലോങ് ഗ്രാസ് ഇടാം. ഇതിനകത്ത് ഫുള്ള് ലോങ് ഗ്രാസ്. ഈ സെക്ഷൻ മൊത്തത്തിൽ ലോങ് ഗ്രാസ് ആണ് കേട്ടോ. 4 മതി നമുക്ക്. ബാക്കി എടുത്തു വെക്കാം, ആവശ്യം വരും പിന്നീട്. ഓക്കെ, ഇതിനകത്ത് മൊത്തം നമ്മുടെ ലോങ് ഗ്രാസ് ആണ്. ഇതിനകത്ത് ഏതിടും? ഇനി ഇതിനകത്ത് ഈ 2ാമത്തെ ഇടാം. ഇതിൻ്റെ പേരെന്താണ്? ഇത് നമ്മൾ ഇട്ടല്ലേ. ഇതാണ് നെക്സ്റ്റ് റോ ക്യാരറ്റ്. ഓക്കെ, ഇതിനകത്ത് നമുക്ക് റോ ക്യാരറ്റ് ഇടാം. ലെറ്റ്സ് ഗോ. അങ്ങനെ ഈ 4 ഇതിനാണ് നമ്മുടെ ഹോട്ട് ബാൾ ഇട്ട് വെച്ചേക്കുന്ന. മണ്ട തന്നെ ഞാൻ. അങ്ങനെ ഈ 4 നമ്മൾ ലോങ് ഗ്രാസ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, ലെറ്റ്സ് ഗോ. ഈ 4 നമ്മളങ്ങനെ ലോങ് ഗ്രാസ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ അടുത്തതിനകത്ത് എന്ത് ഇടണം? ഇതിനകത്ത് നമുക്ക് ഇതിടാം. ഇതേതായിരുന്നു? സാവ റൂട്ട്. ഓക്കെ, അടുത്തതിൽ നമുക്ക് സാവ റൂട്ട് ഇടാം. ഓക്കെ ഗൈസ്, അങ്ങനെ മൊത്തത്തിൽ ഈ സെക്ഷൻ മൊത്തം നമ്മൾ സാവ റൂട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നമ്മൾ സിട്രനൽ ഇടണം. സിട്രനൽ എന്നല്ലേ? ഓക്കെ, സിട്രനൽ. ലെറ്റ്സ് ഗോ. അങ്ങനെ ഇതും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫിയോമിനെ കൊണ്ട് കുറേ പൂപ്പുണ്ടാക്കണം. പൂപ്പുണ്ടാക്കിയിട്ട് ഇതിന് വളം ഇട്ട് കൊടുക്കണം. അത് കഴിയുമ്പോഴേക്കും നമ്മുടെ ഈ കൃഷീൻ്റെ സെക്ഷൻ മൊത്തത്തിൽ തീരും.
ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റിമ്പർ മൊത്തത്തിൽ മാറ്റാം. എന്നിട്ട് നമ്മൾ ഫോഴ്സ് ഫീഡ് ചെയ്യുമ്പോൾ ഒരുപാട് പൂപ്പ് കിട്ടും. അപ്പോൾ നമുക്ക് പൂപ്പ് അതെ പൂപ്പിട്ട് തുടങ്ങിയല്ല. അപ്പോൾ വെയിറ്റ് ഫുള്ളായിട്ടാ. ഞാൻ ഇത്തിരി വെയിറ്റ് കൂട്ടട്ടെ. ഇതിൻ്റെ വെയിറ്റ് എവിടെ? ഓക്കെ, ഞാൻ അത്യാവശ്യം വെയിറ്റ് മൊത്തത്തിൽ കൂട്ടിയിട്ടുണ്ട്. ഇതാ തുള്ളിച്ചാടുന്ന ഇത് അത്യാവശ്യം കളർഫുൾ സാധനമുള്ളേ. നമ്മുടെ ഈ ഫിയോമിയ കൊള്ളാലേ. ഓക്കെ, ഞാൻ അങ്ങനെ വെയിറ്റ് കൂട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സ്റ്റിമ്പർ മൊത്തത്തിൽ ഫീഡ് ചെയ്യിക്കാം. ഫോഴ്സ് ഫീഡ് ചെയ്യിക്കുമ്പോൾ കുറേ പൂപ്പിടും. ഈ പൂപ്പെല്ലാം കൊണ്ടുപോയിട്ട് നമുക്ക് നമ്മുടെ ചെടിക്ക് വളമിട്ട് കൊടുക്കണം. അയ്യോ, അങ്ങനെ ഒരു സെക്ഷൻ തീർന്നു. ഇനി അടുത്ത 100 എണ്ണം ഗൈസ്. അപ്പോൾ ഞാൻ ഇത് പൂപ്പ് മൊത്തത്തിലൊന്ന് കളക്ട് ചെയ്തിട്ട് വരാൻ കേട്ടോ. അപ്പോൾ ഈ പൂപ്പ് മൊത്തത്തിൽ എടുക്കട്ടെ. ഇത് നമ്മൾ പൂപ്പ് ഒരെണ്ണത്തിൽ മൊത്തം ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതിനകത്ത് നമുക്ക് ഫുൾ ഇട്ട് കൊടുക്കാം. ബാക്കി സ്ലോട്ടിൽ മൊത്തം നമുക്ക് ഈ പൂപ്പ് ഇട്ട് കൊടുക്കണം. ഓക്കെ, അതങ്ങനെ നിറച്ചിട്ടുണ്ട്. ഇനി ഇപ്പുറത്തേൽ പൂപ്പ് കുറേ വേണം നമുക്ക്. എല്ലാത്തിലും നിറച്ചുകൊണ്ട് കിടക്കട്ടെ. നമ്മളിനി പിന്നെ വന്ന് നോക്കലുണ്ടാവുള്ളൂ സാധനമൊക്കെ. അതാ വിത്ത് മുളച്ച് കേട്ടോ. ഇതാ ചെടി മുളച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതേപോലെ മൊത്തത്തിലൊന്ന് ചെയ്തിട്ട് വരാം ഗൈസ്. അപ്പോൾ അങ്ങനെ അവസാനത്തെ നമ്മൾ ഇതിനകത്തും നമ്മുടെ ക്രോപ്പ് പ്ലോട്ടിനകത്തും നമ്മൾ ഒരുപാട് പൂപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. ഇപ്പോൾ ഇതെല്ലാം മുളച്ചൊളിച്ച് വരുന്നുണ്ട്. കണ്ട, ഓൾ സെറ്റ് അല്ലേ. ഇനിയിപ്പോൾ ഇത് ഫുള്ള് മുളച്ചതിൻ്റെ ഉള്ളിൽ നമുക്ക് മറ്റേത് സാധനം കിട്ടണം. അതാണ് നെക്സ്റ്റ് പരിപാടി. ഇതിനകത്തായില്ലേ? ഇതെന്താ മുളക്കാച്ചത്? ഇത് റോക്ക് ക്യാരറ്റ് എന്നല്ലേ ഇത് മൊത്തം? നോക്കട്ടെ കേട്ടാ. അല്ല, ഇത് ലോങ് ഗ്രാസ് ഗൈസ്. ഇത് മാറിപ്പോയിട്ടാ. ഇതിനകത്ത് ഞാൻ റോക്ക് ക്യാരറ്റും ഇതിനകത്ത് ലോങ് ഗ്രാസും. അയ്യോ, അത് ഇപ്പോൾ കുഴപ്പമില്ല ഇനിയിപ്പോൾ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫിയോമി ഇവിടെ കിടക്കട്ടെ അല്ലേ. അതെന്തായാലും ഇവിടെ തന്നെ കിടക്കട്ടെ. നമുക്കിനി നമ്മുടെ പരിപാടി ചെയ്യാം. അയ്യോ, ഈ പൂപ്പ് മൊത്തം മാറ്റി വെക്കട്ടെ. ഈ ഫിയോമേൻ്റെ ഇതിനകത്ത് തന്നെ ഇട്ട് വെക്കട്ടെ. നമുക്കെന്തിന് ഇതൊക്കെ. ഓക്കെ, നമ്മളങ്ങനെ മൊത്തം മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബേസിനകത്ത് കുറച്ച് സാധനങ്ങൾ അൺലോക്ക് ആക്കാനുണ്ട്. നമ്മുടെ ഫാബ്രിക്കേറ്റർ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ അൺലോക്ക് ആക്കാനുണ്ട്. അപ്പോൾ നമുക്ക് അത് ഇവിടെ നിന്ന് അൺലോക്ക് ആക്കി പോവാം. അപ്പോൾ ഫാബ്രിക്കേറ്റർ എത്രയാണ് നോക്കട്ടെ കേട്ടാ. ലെവൽ 48 നമ്മുടെ ഫാബ്രിക്കേറ്റർ അൺലോക്ക് ആവില്ല. അപ്പോൾ നമ്മളിപ്പോൾ എത്ര ലെവലാണ് നോക്കട്ടെ. ഇപ്പോൾ ലെവൽ 38. അപ്പോൾ 48 ആണല്ലേ. 48 ആണ്. അപ്പോൾ ഒരു 10 ലെവൽ കൂട്ടട്ടെ. എന്താ കൂട്ടാം? ഹെൽത്ത് ഒരു ഇത്രയും കൂട്ടാം. ഹെൽത്ത് ഒരു 300 ഇരിക്കട്ടെ. ഓക്കെ, ഹെൽത്ത് ഒരു 300 ആക്കിയിട്ടുണ്ട്. പിന്നെ ബാക്കി നമുക്ക് മൂവ്മെൻറ്റ് സ്പീഡ് കൂട്ടാം. അപ്പോൾ 2 എണ്ണം നമ്മൾ മൂവ്മെൻറ്റ് സ്പീഡ് കൂട്ടി ലെവൽ 48. അപ്പോൾ 38 മുതൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കട്ടെ കേട്ടാ. അൺലോക്ക് ആക്കാനുള്ള ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഒന്ന് നോക്കട്ടെ. 38 നമ്മുടെ ടെറേസ് ആണ്. അത് നമ്മൾ അൺലോക്ക് ആക്കിയതാണ്. ഇനി അടിയിലോട്ട് വരുമ്പോൾ ഷോട്ട് ഗൺ ഉണ്ട്. നമുക്ക് വേണ്ട. ഗ്രീൻ ഹൗസ് ഈ സാധനം വന്നിട്ടാ. ഇത് നമുക്ക് പണിയാണ്. ഇപ്പം അല്ല, പിന്നീട്. പിന്നെ മെറ്റൽ ഫൗണ്ടേഷൻ വന്നിട്ട് അത് നമുക്ക് പിന്നെ പണിയാം. പിന്നെ കാർണോസ് ആഡിൽ. ഓക്കെ ഗേസ്, അങ്ങനെ നമ്മുടെ ഫാബ്രിക്കേറ്റർ അൺലോക്ക്. ലെറ്റ്സ് ഗോ. പിന്നെ നമ്മുടെ പോളിമർ അൺലോക്ക് ചെയ്യാം. പിന്നെ ഇലക്ട്രോണിക്സ് ഇത് അൺലോക്ക് ചെയ്യാം. ഇനി അടിയിലോട്ട് വരുമ്പോൾ നമ്മുടെ ഈ സാധനം ജനറേറ്റർ അങ്ങനെ ഒരു സാധനമാണ് ഇതിൻ്റെ പേര്. കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സാധനമുണ്ട്. പിന്നെ അടിയിലോട്ട് വരുമ്പോൾ മറ്റേ കുപ്പി വെള്ളം മറ്റേ ക്യാൻറ്റീൻ അങ്ങനെ എന്താണ് അതിൻ്റെ സാധനം പേര്. പിന്നെ പമ്പ് ആക്ഷൻ ഷോട്ട് ഗണ്ണ്. നമുക്കപ്പോൾ ഈ പമ്പ് ആക്ഷൻ ഷോട്ട് ഗൺ കൂടെ അൺലോക്ക് ആക്കിയാലോ. പക്ഷേ ഇതിപ്പോൾ പണിയാൻ പറ്റില്ല. അത് കുറച്ച് ടാസ്ക്കാണ് പണിയൽ. അത് നമുക്ക് പിന്നെ അൺലോക്ക് ആക്കാൻ കേട്ടോ. അപ്പോൾ തൽക്കാലത്തേക്ക് നമുക്ക് നമ്മുടെ ഈ ഫാബ്രിക്കേറ്റർ പണി. ഓയിലൊക്കെ വേണമല്ല. അയ്യോ, ഓയിലുള്ള സ്ഥലം എനിക്കറിയാം ഗൈസ്. പക്ഷേ നമ്മളത് എങ്ങനെ പോയി എടുക്കും? നമ്മുടെ ടെറ ഇല്ലല്ല. അപ്പോൾ നമുക്കൊരു ടെറനെ പിടിക്കേണ്ടി വരും. ടെറ ഞാൻ എന്തായാലും പിടിച്ചു വെക്കാം. എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡ് ചെയ്യാം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ എപ്പിസോഡ് ഞാൻ എന്തായാലും ഇവിടെ ചേർത്തതാണ്. പിന്നെ അതുപോലെ തന്നെ ഇന്ന് സൗണ്ട് ചെക്ക് ചെയ്യണം എനിക്ക്. മറ്റേ എന്താണ് എൻ്റെ റൈറ്റ് ടു ലെഫ്റ്റും വരെ കേൾക്കുന്നുണ്ടാന്നുള്ളത് നോക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ ഹോൾഡ് ചെയ്ത് പിടിക്കേണ്ടി വരും ഫോണിൽ അങ്ങോട്ടേക്ക്. ഓക്കെ ഗൈസ്, അപ്പോൾ നെക്സ്റ്റ് സൗണ്ട് പോയി. നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. ബൈ ബൈ.